ഹലോ, എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ഒക്കെ ആവാറായില്ലേ? ഞാൻ ഇതിനു മുമ്പ് പലതരത്തിലുള്ള ക്രിസ്മസ് സ്റ്റാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോണത് 9 പോയിന്റുകളുള്ള ക്രിസ്മസ് സ്റ്റാർ ആണ്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേട്ടോ. അപ്പൊ നമുക്ക് ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാം. ഞാനിവിടെ സ്ക്വയർ ആയിട്ടുള്ളൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. 27 സെൻറ്റിമീറ്റർ നീളം, 27 സെൻറ്റിമീറ്റർ വീതിയുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കാം കേട്ടോ, ചാർട്ട് പേപ്പർ എടുത്താൽ മതിയാവും. എന്നിട്ട് ഇത് കോർണർ ടു കോർണർ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കട്ടിയുള്ള പേപ്പർ ആകുമ്പോൾ കറക്റ്റായിട്ട് മടക്കാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്യാം കേട്ടോ. അതിനുശേഷം അത് നിവർത്തിയിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതേപോലെ ഇങ്ങനെ നടുക്കിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ കാണുന്ന രീതിയിൽ ചെയ്തെടുക്കുക. നടുക്കിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഒന്നിൻ്റെ മേലേക്ക് ഒന്നിങ്ങനെ കുറച്ച് കടന്നിരിക്കുന്ന രീതിയിൽ വെച്ചിട്ട് വേണം മടക്കി കൊടുക്കാനായിട്ട്. നമുക്കിത് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മടക്കിയിട്ടുള്ളത്. ഇതേപോലെ ഗ്ലൂ ആക്കി കൊടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ പുറത്തുള്ള ആ ഒരു ലെയറിൽ മാത്രം ഗ്ലൂ ആയാൽ മതി കേട്ടോ. ഉള്ളിലേക്ക് ഗ്ലൂ ആയിട്ട് ഇത് ഒട്ടിപ്പിടിക്കാനായിട്ട് പാടില്ല. നമ്മൾ ചെക്ക് ചെയ്യണം അത്. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റാണ്. ഇത് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗമാണ്. അതിനുശേഷം നടുക്കിന്ന് മേലേക്ക് ഞാൻ 8 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്ന് രണ്ട് കോർണറിലേക്കും ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. വരയ്ക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ആ വരച്ചത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള രണ്ട് കോർണറിൽ നിന്നും ഞാൻ 1.5 സെൻറ്റിമീറ്റർ ഇങ്ങനെ മാർക്ക് ചെയ്ത് അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. ഇപ്പോൾ ഈ കട്ട് ചെയ്യുന്നതിൻ്റെ അളവൊന്നും കറക്റ്റ് നോക്കേണ്ട കാര്യമില്ല. ഏകദേശം ഒരേ ലെവലിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്താൽ മതിയാവും. ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നടുക്കിന്ന് ഇതേപോലെ 1 സെൻറ്റിമീറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു ട്രയാങ്കിൾ പോലെ അവിടെ കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നടുക്കിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടുക. ഇനി ഞാൻ നടുക്കിന്ന് സൈഡിലേക്ക് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് ഒരു ലെയർ മാത്രം, പുറത്തുള്ള ആ ഒരു ലെയർ മാത്രം ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സൈഡിലും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി താഴ്ഭാഗത്ത് ആ പേപ്പർ ഉണ്ടല്ലോ, അത് നമുക്ക് ഫോൾഡ് ചെയ്യണമെങ്കിൽ ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫോൾഡ് ചെയ്യണില്ല, ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യണത്. നമ്മൾ ഈ ഒരു സൈഡ് മടക്കിയപ്പോൾ നമുക്ക് അറിയാമല്ലോ അതിൻ്റെ അളവ്. അപ്പോൾ താഴ്ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഫോൾഡ് വന്ന ഭാഗം ബാക്ക് സൈഡിൽ ആ ഫോൾഡ് ചെയ്തിട്ടില്ല, അത്രയും ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൽ ഹോൾസ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ പേപ്പർ പഞ്ചറാണ് യൂസ് ചെയ്യണത്. പേപ്പർ പഞ്ചർ ഇല്ലയെന്ന് വെച്ചാൽ ആണി യൂസ് ചെയ്ത് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. ആണി വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് റൗണ്ടായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഹോൾസ് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇതിൽ ഹോൾസ് ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഞാൻ 9 ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മുമ്പെടുത്ത സെയിം സൈസിൽ ഒരേപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ 9 റെഡിയാക്കി എടുക്കണം. ഇനി നമുക്കിത് ഓരോന്നും ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഈ ഫോൾഡ് വന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഫോൾഡ് നിവർത്തുക. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത ഒരെണ്ണം എടുക്കുക. അതിൻ്റെ ഫോൾഡ് വരാത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഇത് ചേർത്ത് വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതേപോലെ ഇങ്ങനെ വെച്ച് ആ ഫോൾഡ് തൊട്ടടുത്തുള്ളതിൻ്റെ ഉള്ളിലേക്ക് മടക്കി ഒട്ടിച്ചു കൊടുക്കണം. ഇതിൽ കാണുന്ന പോലെ നമ്മൾ ചെയ്തെടുക്കുക. ഈസിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഇപ്പോൾ പേപ്പർ ഒട്ടുന്ന ഗ്ലൂ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ടൊന്ന് പിടിച്ചു കൊടുക്കുക, അത് ഒട്ടി കിട്ടാനായിട്ട്. ഒറ്റയ്ക്ക് നമുക്ക് പറ്റില്ലെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് വാങ്ങിക്കാം. ഞാനിത് ഒറ്റയ്ക്കാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടും ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഒട്ടി കിട്ടും. ഇതിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങനെയാണ് ഉള്ളത്. ഒരെണ്ണം കൂടി ഞാൻ ഒട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ ഫോൾഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ചേർത്ത് വെച്ച് ആ ഫോൾഡ് ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം, തൊട്ടടുത്തുള്ളതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഓരോന്നും നമ്മൾ ഇതേപോലെ ഇങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിച്ചെടുക്കണം. ഇതെല്ലാം ഞാനിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കെട്ടി കൊടുക്കാനുള്ള ത്രെഡൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിനങ്ങനെ അളവൊന്നുമില്ല കേട്ടോ. അതിൽ ഗ്ലൂ ആക്കി കൊടുക്കുക. എന്നിട്ട് ഏറ്റവും മേലെ കാണുന്ന ലെയർ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലായിട്ട്
ഇതേപോലെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. എവിടെ ഒട്ടിച്ചതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെയായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു രീതിയിൽ മറ്റേ അറ്റത്ത് ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ ഒട്ടിച്ചു കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ത്രെഡൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ പേപ്പർ കീറാണ്ടിരിക്കാൻ കുറച്ച് കട്ടിയിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു ലെയർ പേപ്പർ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ 2 സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒട്ടിച്ച ഭാഗത്തായിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നോ എന്തെങ്കിലും യൂസ് ചെയ്ത് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ത്രെഡ് എടുക്കുക. ഞാനിവിടെ വുളൻ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ജൂട്ടോ എന്ത് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഒരു സ്റ്റിക്ക് എടുക്കണം. ഈർക്കിലെടുത്താൽ മതി. എന്നിട്ട് ഈ ത്രെഡിൻ്റെ ഒരറ്റം ആ ഈർക്കിൽ നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുക. നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുക. അതിന് ശേഷം ഈർക്കിൽ കെട്ടാത്ത ഭാഗം ഉണ്ടല്ലോ, അത് ഉള്ളിൽ കൂടെ ഈ ഹോളിൽ കൂടെ ഇങ്ങനെ എടുക്കുക. ഇപ്പോൾ ഈ സ്റ്റിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. മറ്റേ സൈഡിലും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ ത്രെഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം 2 സൈഡിൽ നിന്നും ഇങ്ങനെ റൗണ്ടാക്കി ഇത് ടൈറ്റ് ചെയ്ത് നമുക്ക് കെട്ടിക്കൊടുക്കാം. നമ്മുടെ സ്റ്റാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇതിൻ്റെ ഉള്ളിൽ ബൾബൊക്കെ ഇട്ട് ഈ ത്രെഡ് കെട്ടി ലൈറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ എങ്ങനെയാണോ ഉദ്ദേശിച്ചത് അതേ രീതിയിൽ എനിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റി. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടാവും. ഇഷ്ടമായെങ്കിൽ വേഗം തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക. നിങ്ങളുടെ കമൻസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. പിന്നെ അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലും മറക്കാണ്ട് ക്ലിക്ക് ചെയ്തേക്കുക. നമ്മുടെ ചാനലിൽ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്ന് കണ്ടു നോക്കുക.